ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പോലീസ് പൊക്കിയാലേ അവർ തല്ലി ഈ എല്ലൊക്കെ ഊരിയെടുക്കും. എന്തൊക്കെ അംബികയെ പറയുന്നത്? ഞാൻ ഒറ്റയ്ക്കൊന്നും ചെയ്തിട്ടില്ല. എല്ലാം അംബിക എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. വന്നിട്ട് ഒത്തിരി നേരം ആയോ? ആ, കുറച്ചേരായി. ആ, അല്ല, ഈ വീട് ആരുടേതാ? ഇതും എന്റേതാ. മുണ്ടക്കിലമ്മ ഇരിക്കെ. മുണ്ടക്കിലമ്മ ഇങ്ങോട്ട് വന്നത് പോലീസുകാരെങ്ങാനും കണ്ടോ? ഇല്ല. എന്താ അംബികെ? പണിയൊന്ന് പാളിയിരിക്കുക മുണ്ടക്കിലമ്മേ. ആ ഗണ്ണെടുത്ത് അവളുടെ ബാഗിൽ വെച്ചത് മുണ്ടക്കിലമ്മയല്ലേ? അത് അംബിക പറഞ്ഞിട്ടല്ലേ ഞാൻ ചെയ്തത്. ഞാൻ പറഞ്ഞോ പറഞ്ഞില്ലേ എന്നുള്ളതല്ല വിഷയം. മുണ്ടക്കിലമ്മ അത് ചെയ്തു. ഒരു പെൻഡ്രൈവും അവളുടെ ബാഗിൽ വെച്ചു. അല്ല, അതും അംബിക പറഞ്ഞിട്ടല്ലേ ഞാൻ ചെയ്തത്. ഞാൻ പറഞ്ഞതൊന്നും ആരും അറിയുന്നില്ലല്ലോ. പക്ഷേ മുണ്ടക്കിലമ്മ ചെയ്തില്ലേ? അയ്യോ, അതെങ്ങാനും പുറത്തു വന്നാ മുണ്ടക്കിലമ്മയെ പോലീസ് പൊക്കും. അയ്യോ, കിടന്നു കൂവാതെ. പോലീസ് പൊക്കിയാലേ അവര് തല്ലി ഈ എല്ലൊക്കെ ഊരിയെടുക്കും. എന്തൊക്കെ അംബികയെ പറയുന്നത്? ഞാൻ ഒറ്റയ്ക്കൊന്നും ചെയ്തിട്ടില്ല. എല്ലാം അംബിക എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. അതുകൊണ്ടാണല്ലോ നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ ഈ കാശൊക്കെ മുടക്കുന്നേ. ഇത് നിങ്ങൾ എന്റെ തന്ന നിങ്ങളുടെ പാസ്പോർട്ട്. ബാക്കിയുള്ളതൊക്കെ ഗൾഫിലേക്കുള്ള ടിക്കറ്റും വിസയുവാ. ഈ കേസൊക്കെ ഒന്ന് ശാന്തമാകുന്നത് വരെ മുണ്ടക്കിലമ്മ ഗൾഫിലുള്ള എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോ. ഏത് ഫ്രണ്ട്? ഒരു സുമലത വർമ്മ. എനിക്ക് അവിടെ അടിച്ചു തൂപ്പാണോ പണി? അവിടെ മുണ്ടക്കിലമ്മ ഒരു പണിയും ചെയ്യണ്ട. അവള് പൊന്നുപോലെ നോക്കിക്കോളും. യുഎയിലെ എല്ലായിടത്തും ഒന്ന് കറങ്ങ്. അല്ല, ഗൾഫിൽ എവിടെയാ ഈ സുമംഗലയുടെ വീട്? സുമംഗലയല്ല, സുമലത. ആ, ആ. അവള് താമസിക്കുന്നത് അജ്മാനില. പക്ഷേ റാസൽ ഖൈമയിലേക്കാ ടിക്കറ്റ്. അതെന്താ അവിടെ? ആ, ഭയങ്കര തിരക്ക്. പെട്ടെന്നേ അവിടേക്കേ ടിക്കറ്റ് കിട്ടിയുള്ളൂ. അതെന്തായാലും നന്നായി. ഇത് ചെറിയൊരു എയർപോർട്ടാ. നിങ്ങൾ അവിടെ ചെന്നാലേ കിടന്ന് വട്ടം കറങ്ങില്ല. സുമലത എയർപോർട്ടിന്റെ മുന്നില് നിങ്ങളെ കാത്തു നിൽക്കും. അംബിക, വല്ല കാട്ടറബികളും തട്ടിക്കൊണ്ടുപോയി എന്നെ ഒട്ടകത്തിന് വെട്ടിയിട്ടു കൊടുക്കോ? ഒട്ടകങ്ങളെ നിങ്ങളെ കണ്ട ഓടും. ഞാൻ പറയുന്നതേ ആദ്യം നിങ്ങൾ കേൾക്ക്. ഇവിടെ നിന്നാലേ ഉറപ്പായിട്ട് നിങ്ങളെ പോലീസ് കൊണ്ടുപോകും. അതിലും നല്ലതാ ഗൾഫിലൊക്കെ പോയിന്ന് കറങ്ങുന്നത്. 1 മാസത്തേക്കുള്ള വിസിറ്റിംഗ് വിസയാ. തിരിച്ചു പോരാനുള്ള ടിക്കറ്റും ഉണ്ട്. എന്നാലും എനിക്കൊരു പേടി. ഞാൻ ആദ്യമായിട്ടല്ലേ ഗൾഫിൽ പോണത്. ഒന്നും പേടിക്കണ്ട. നേരെ എയർപോർട്ടിലേക്ക് ചെല്ലുക. ഗേറ്റിനുള്ളില് പട്ടാള വേഷം ധരിച്ചൊരാള് നിൽപ്പുണ്ടാവും. അയാളെ ഈ പാസ്പോർട്ടും ടിക്കറ്റും കാണിക്കാം. അപ്പൊ അയാൾ അകത്തേക്ക് കയറ്റിവിടും. പിന്നെയും കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ അവിടെ ചെന്നിട്ട് ആരോടെങ്കിലും ചോദിച്ചാ മതി. പോയിട്ട് വരാല്ലേ? ഒരു ടാക്സി പിടിച്ച് എയർപോർട്ടിലേക്ക് പോ. ദേ, കുറച്ച് കാശും കൂടി തരാം. അവിടെ ചെന്നാ ഈ കാശുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അവിടെ ദർഹ. ഞാനെന്തോ ചെയ്യും? എല്ലാം സുമലത വർമ്മ നോക്കിക്കോളും. പോലീസുകാര് കാണാതെ വേഗം പൊയ്ക്കോ. ദൈവമേ, അറബികൾ ഏത് തരക്കാരാണാവോ? താമസിക്കണ്ട, ചെല്ലേ.
ഇങ്ങനെ വിഷമിക്കാതെ. ജീവിതത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോ നമ്മളിങ്ങനെ തളർന്നിരിക്കുകയല്ല വേണ്ടത്. കരുത്തോടെ എല്ലാത്തിനെയും നേരിടണം, അല്ലാതെ നിരാശനാവരുത്. മോളിപ്പോ ജയിലിൽ കിടക്ക. കുറ്റം ചെയ്യാതെ കുറ്റവാളിയായിട്ടാ മോള് ജയിലിൽ കിടക്കണേ. കുറ്റം ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ. കുറ്റം തെളിയുന്നവരെ ജാമ്യം കിട്ടാനുള്ള അർഹതയുണ്ട്. മേൽക്കോടതികളിൽ പോയി ജാമ്യത്തിന് അപേക്ഷിക്കണം. നമുക്ക് മോള് ജയിലിൽ നിന്ന് ഇറക്കണം. ജാമ്യത്തിൽ ഇറക്കിയാൽ മാത്രം പോരാ, കുറ്റവാളിയല്ലെന്ന് തെളിയിക്കുകയും വേണം. എന്റെ മോനിങ്ങനെ വിഷമിച്ചിരിക്കാതെ അതിനു വേണ്ട എന്താന്ന് വെച്ചാൽ അത് ചെയ്യേ. അമ്മേ, അതിനുള്ള ശ്രമങ്ങൾ വർമ്മ സാർ ചെയ്യുന്നുണ്ട്. സുപ്രീം കോർട്ടിൽ ഒരു വക്കീലുണ്ട്. സാറ് ആ വക്കീലിനെ കാത്തിരിക്കുക. വലിയ വലിയ അക്രമങ്ങൾ ചെയ്യുന്നവരൊക്കെ പുല്ലുപോലെ കോടതിയിൽ നിന്ന് ഇറങ്ങി പോവുക. ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെ കൊച്ചിപ്പോ ജയിലിലും. ഏത് ദ്രോഹിയാണോ എന്തോ ഈ ചതിയൊക്കെ ചെയ്തത്. എല്ലാം ഒരാൾ, ഇതിന്റെ പിന്നിൽ ഒരേ ഒരാൾ മാത്രം. ആ പിശാചിന്റെ മുഖം എന്റെ മനസ്സിൽ തെളിഞ്ഞു വരിക. അച്ഛാ, ഇപ്പോ അംബിക മാത്രമല്ല ഋതുവിന്റെ ശത്രു ആനന്ദം പിള്ളയുണ്ട്. ശരിയാ, അയാളെ മോളെന്ന് ഭരിപ്പിച്ചതല്ലേ, അതിന്റെ പക തീർത്തതായിരിക്കും. എന്തായാലും എത്രയും പെട്ടെന്ന് ഋതുമോളെ പുറത്തിറക്കുകയും വേണം. ഈ കുറ്റം ചെയ്തവരെ ജയിലിൽ അടയ്ക്കുകയും വേണം. ആ തോക്ക അംബിക എൻ്റെ തന്നതാണെന്നും അതെന്റെ കയ്യിൽ നിന്ന് ഋതുമോള് മേടിച്ചതാണെന്നും ഇവരോട് പറയണോ? അകലെ